ഒരു 5 കൂട്ടം കാര്യങ്ങൾ. അതിൽ സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്. എന്തേ പ്രത്യേകത? ഈ കാര്യങ്ങൾ ഓതിയ ശേഷം എന്ത് കാര്യമാണോ റബ്ബിനോട് ചോദിക്കുന്നത് ആ കാര്യത്തിന് ഇജാബത്ത് ലഭിക്കും. നമ്മൾ ആ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം ലഭിക്കും. അത്തരത്തിലുള്ള ഒരു 5 സൂറത്തുകളും ആയത്തുകളും. പക്ഷേ ഈ പറയുന്ന 5 കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ അങ്ങോട്ട് ഓതിയ പോരാ, മറിച്ച് ഓതുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഈ 5 സൂറത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അതിന് ഉറപ്പ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ അത്രത്തോളം ഉറപ്പ് 100% അതിന് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചു തന്ന മഹത്തായ 5 സൂറത്ത്. ഇതിൽ പലതും നമുക്ക് ഓതാൻ അറിയുന്നതാണ്. എനിക്ക് തോന്നുന്നത് മുഴുവനും നമുക്ക് എല്ലാവർക്കും ഓതാൻ അറിയുന്നതാണ് എന്ന്. അപ്പോൾ അത്തരത്തിൽ പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ചില എണ്ണങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കുക. ഇനി എനിക്ക് ഉത്തരം കിട്ടണില്ലല്ലോ, എൻ്റെ കാര്യത്തിനും അള്ളാഹു ഒരു പരിഹാരം തരുന്നില്ലല്ലോ എന്ന് ഒരു സങ്കടവും വേണ്ട. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യത്തിന് ഉറപ്പായും ഇജാബത്ത് ലഭിക്കും എന്നുള്ള നല്ല പരിഹാരമായ ഒരു 5 സൂറത്തുകൾ വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന പറയുന്ന മുഴുവൻ അമാലുകളെയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരുടെ എത്രയായി റബ്ബിനോട് ചോദിക്കുന്ന അല്ലാ, ഞാനിങ്ങനെ എത്ര ചോദിക്കുന്നുണ്ട്, എൻ്റെ കാര്യം എന്താ നടത്തി തരാത്ത, എൻ്റെ കാര്യം എന്താ അല്ലാ നീ പൂർത്തിയാക്കി തരാത്ത, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, എനിക്കെന്താ നല്ല കച്ചവടം തരാത്ത, എനിക്കെന്താ നല്ല ജോലി തരാത്ത, എനിക്കെന്താ നല്ല വിവാഹം നൽകാത്തത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പരാതി പറയാം. പക്ഷേ നമ്മൾ ഈ ഇജാബത്തിനുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? അതില്ല. നമ്മളിങ്ങനെ ചോദിക്കാൻ എളുപ്പമുണ്ട് മനുഷ്യന്മാരെ. നമ്മൾ ഈ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്ന് ചോദിച്ചു നോക്കി, ഉറപ്പായും അതിന് ഇജാബത്ത് കിട്ടും. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. ഈ സാധുവായ എനിക്കടക്കം പറയാനുണ്ട്. എത്രയോ ആളുകൾ മഹാന്മാരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നത് കാണാം. ഇൻഷാ അല്ലാഹ് ഞാനൊരു 5 കൂട്ടം കാര്യം പറഞ്ഞുതരാം. അതിൽ ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട്. അത് നമുക്ക് ഓതാൻ അറിയുന്നതാണ്. വളരെ എളുപ്പമുള്ള ഒരു 5 കൂട്ടം കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്തൊക്കെ ഞങ്ങൾക്ക് അറിയാം ഉസ്താദേ, ഫാത്തിഹ സൂറത്ത് അറിയാം. പക്ഷേ ഇജാബത്തിന് വേണ്ടിയിട്ട് ഫാത്തിഹ സൂറത്ത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് അതറിയില്ല. അതിനുള്ള വഴി പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബാണല്ലോ, നമുക്കറിയാം ഖുർആൻ്റെ ഉമ്മയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഷിഫ ആണ്, പരിഹാരമാണ്, നമുക്കുള്ള ഒരു അത്താണിയാണ്, പിടിവള്ളിയാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് കൊണ്ട് മന്ത്രിക്കലുണ്ട്, രോഗത്തിന് ഷിഫയാവും. മഹാന്മാരെ സ്വഹാബത്ത് മന്ത്രിച്ചിരുന്നത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത് എന്തിന്? വിഷം തീണ്ടിയ ആൾക്ക് ആ വിഷം ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു. അവിടുന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ഫാത്തിഹ സൂറത്ത് നമുക്കൊരു അത്താണിയാണ്. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ദുആ ഇറക്കുന്നതിന് മുമ്പ് 7 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു. ആ ഫാത്തിഹ പാരായണം ചെയ്ത് കഴിഞ്ഞ് അയാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കും. 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്തു. ഫാത്തിഹ ഓതാൻ അറിയില്ലേ? നമുക്കൊക്കെ അറിയുന്ന സൂറത്തല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി ദുആ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് വേണം ദുആ ചെയ്യാൻ. രണ്ടാമത്തത് സൂറത്ത് യാസീൻ. നമ്മളൊക്കെ അറിയുന്ന, കാണാതെ പഠിച്ചൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഓതാൻ അറിയാത്തവർ വളരെ കുറവായിരിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും സൂറത്ത് യാസീൻ ഓതാൻ അറിയാം. ഇനി ഓതാൻ അറിയാത്തവർക്കുള്ള പരിഹാരം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓതാൻ അറിയുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടും സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു എന്ന് മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയാണ്. സൂറത്ത് യാസീൻ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓതുന്നത്, ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടും, ആ ആവശ്യം നടന്നു കിട്ടുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ യാസീൻ ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ ആവശ്യം ജോലി ശരിയാകണം, അല്ലെങ്കിൽ കച്ചവടം റെഡിയാവണം, അല്ലെങ്കിൽ വീട് കിട്ടണം, അല്ലെങ്കിൽ കടം തീരണം, എന്തായാലും മനസ്സിൽ കരുതിക്കൊണ്ട് സൂറത്ത് യാസീൻ ഓതി നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്, ആത്മാർത്ഥമായ ഖൽബോട് കൂടിയിട്ട് കഴിവിൻ്റെ പരമാവധി അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതാം. ഖുർആൻ നമ്മൾ ഓതുന്നത് ഖുർആനാണല്ലോ. അപ്പോൾ ഈ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഞാൻ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളോട് അവസാനം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് മുഴുവനും കേൾക്കണേ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓതുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്കതിന് ഇജാബത്തും ഫലമൊക്കെ ലഭിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്ത് യാസീൻ ആരെങ്കിലും അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിനുശേഷം അയാൾ ദുആ ചെയ്തു, ആ ദുആ തട്ടപ്പെടൂല എന്ന്. ആ ദുആ അള്ളാഹു സ്വീകരിക്കും. ആ ദുആ എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്തത് അതിന് ഉറപ്പായും ഉത്തരം ലഭിക്കും. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തത് കാണാം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. നമുക്കൊക്കെ അറിയാം. ഖുൽ ഹുവല്ലാഹു സൂറത്ത് അറിയാത്തവരുണ്ടോ?
നമുക്ക് എല്ലാവർക്കും അറിയാം കുൽഹു അല്ലാഹു അഹദ് സൂറത്ത്. ഈ കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഉദ്ദേശമുണ്ട്, ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു മുറാദുണ്ട്, എനിക്കത് പൂർത്തിയാക്കി കിട്ടണം, എനിക്ക് യാസീനൊന്നും ഓതാൻ അറിയില്ല, അല്ലെങ്കിൽ വലിയ വലിയ സൂറത്തുകളൊന്നും ഓതാൻ അറിയില്ല, ഞാൻ വലിയ ദിക്റുകളൊന്നും ചൊല്ലാൻ അറിയില്ല, ആകെ അറിയുന്ന കുൽഹു അല്ലാഹു അഹദാണ്. കുൽഹു അല്ലാഹു സൂറത്ത് കൊണ്ട് എൻ്റെ ഈ കാര്യം നടക്കും. എങ്ങനെ? 100 തവണ ആരെങ്കിലും ഒരാൾ നീയത്താക്കിയിട്ട് കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതി, നീയത്താക്കി 100 തവണ കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ വലിയ സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഓതി തീർക്കാൻ പറ്റും. ആരെങ്കിലും അങ്ങനെ ഓതിയതിന് ശേഷം ആ ഓതിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് അയാളുടെ കാര്യം പറഞ്ഞു, ദുആ ചെയ്തു. ആ ദുആഇന് ഉറപ്പായും ഇജാബത്ത് ലഭിക്കും. പക്ഷെ ഓതുമ്പോൾ എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി ആ സൂറത്തൊന്ന് ശ്രദ്ധിച്ചോതാം, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതാം. കുൽഹു അല്ലാഹു അഹദ് ഓതുന്ന കൂട്ടത്തിൽ പലപ്പോഴും തെറ്റില്ല. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് കൂട്ടി ഓതാറുണ്ട്, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന്. അത് തെറ്റാണ് കേട്ടോ. കുൽഹു അല്ലാഹു അഹദു നില്ലാഹു സമദു എന്ന കൂട്ടി ഓതുമ്പോൾ ഓതേണ്ടത്, അല്ലെങ്കിൽ നിർത്തി ഓതാ. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ഇങ്ങനെ നിർത്തി ഓതാം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് അങ്ങനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് ഓതിക്കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഇജാബത്ത് ഉറപ്പാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് 100 തവണ ചൊല്ലിക്കഴിഞ്ഞ്. 4-മതായി കാണാം സൂറത്ത് അലം നശ്റഹ്. അലം നശ്റഹ് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പരിഹാരം കൂടെ ഞാൻ അവസാനം പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത്. അറിയുന്ന ആളുകൾ ഈ ഒരു അലം നശ്റഹ് സൂറത്ത് ആരെങ്കിലും ഒരാൾ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ 33 തവണ നിയത്താക്കി ചൊല്ലാം, ഓതുക. 33 തവണ ഓതിയതിനു ശേഷം റബ്ബേ എൻ്റെ ഇന്ന കാര്യം നീ നടപ്പാക്കി തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നു. എന്നാൽ ആ ദുആഇന് ഇജാബത്ത് ഉറപ്പാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നല്ല നീയത്തോട്, ഈ ചെല്ലുമ്പോഴൊക്കെ നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. 5-മതായി ഏറ്റവും അത്ഭുതത്തിൻ്റെ ആയത്ത്, നമ്മളൊക്കെ അറിയുന്ന ചൊല്ലുന്ന എല്ലാ നിസ്കാരശേഷവും പതിവാക്കുന്ന ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസി. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുന്നതിന് മുമ്പും ദുആ ചെയ്തതിന് ശേഷവും പതിവാക്കി. അപ്പം ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ആയത്തുൽ കുർസി ഓതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ആരെങ്കിലും ദുആ ചെയ്യുന്നതിന് മുമ്പ് ഓതി, അതിനുശേഷം ദുആ ചെയ്തു, ശേഷവും ഓതി, ദുആ കഴിഞ്ഞിട്ടും ഒരു തവണ ഓതി. ഇങ്ങനെ ഓതിയിട്ടാണ് എപ്പോഴും ദുആ ഇറക്കുന്നത് എങ്കിൽ ആ ചെയ്യുന്ന ദുആക്ക് അള്ളാഹു ഇജാബത്ത് കൊടുക്കും, ഉടനെ ഇജാബത്ത് കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകി അനുഗ്രഹിക്കട്ടെ, എല്ലാ ചോദ്യത്തിനും അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ഇനി ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്, ഹലാലായ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ദുആ ഇറക്കണം. ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ദുആ ചെയ്യണം. ഹറാമായ ഒന്നിനെ നമ്മൾ തേടാൻ പാടില്ല. നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനാകട്ടെ, അല്ലെങ്കിൽ കച്ചവടങ്ങളാകട്ടെ, നമ്മുടെ സാമ്പത്തിക മേഖലകളാകട്ടെ, മറ്റു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, എന്താണെങ്കിലും ഹലാലായ സംഗതികൾക്ക് വേണ്ടി മാത്രം, അള്ളാഹു അനുവദിക്കപ്പെട്ടതിന് വേണ്ടി മാത്രം നമ്മൾ ദുആ ചെയ്യുക. ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുള്ളൂ. കുറേ സംഗതികൾ ചോദിച്ചു, ആ കൂട്ടത്തിൽ ഹലാലും ഹറാമും എല്ലാം ഉണ്ട്, എന്നാൽ അതിന് ഇജാബത്ത് ഉണ്ടാവില്ല. അള്ളാഹു ഇങ്ങനെ ഹലാല് മാത്രം തിരഞ്ഞെടുത്ത് ഇജാബത്ത് കൊടുക്കുക, ആ പരിപാടിയില്ല. പക്ഷെ എന്ത് ചെയ്യുക? ഹലാലായ സംഗതികൾ മാത്രം ചോദിക്കുന്ന ഒരാൾ, അയാൾക്ക് അള്ളാഹു ഇജാബത്ത് കൊടുക്കും, ഉറപ്പായിട്ട് ഉത്തരം കൊടുക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്, ദുആ ചെയ്യുന്നതിന് മുമ്പ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മാക്സിമം മുത്തുനബി തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ, വിറുതുകൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിറുതുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? അധികരിപ്പിക്കുക. സ്ഥിരം ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ടല്ലോ, അതൊക്കെ അധികരിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ സൂറത്തുകളൊക്കെ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ കാണാം, ഏതെങ്കിലുമൊക്കെ നിസ്കാരത്തിന് ശേഷമാക്കാൻ ശ്രമിക്കുക.
ഫർദ് നിസ്കാരത്തിന് ശേഷമോ സുന്നത്ത് നിസ്കാരത്തിന് ശേഷമോ അങ്ങനെ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നിസ്കാരത്തിന് ശേഷമാക്കാൻ ശ്രമിക്കാം. ആ കൂട്ടത്തിൽ തന്നെ 4-ാമത് പറയുന്നത് തഹജ്ജുദിൻ്റെ സമയം തിരഞ്ഞെടുക്കുക എന്ന്. അത്താഴ സമയം, ആ സമയത്തുള്ള ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ദുആ ചെയ്യാനായിട്ട് ആ അത്താഴത്തിൻ്റെ സമയം, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5-ാമതായി കാണാം, വെള്ളിയാഴ്ച അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയങ്ങളുടെ എന്ത് ചെയ്യുക, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള സമയമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ സമയം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ കൂടെ നമ്മൾ ദുആക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് അള്ളാഹു ഉറപ്പായി ഇജാബത്ത് നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ, അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.